സീതാദേവിയെ ലങ്കയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രീരാമ ഭഗവാന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കുന്ന പാലവും അതിൽ എട്ടുകാലിയുടെ ഒരു സംഭാവനയും എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രീരാമ ഭഗവാൻ സീതാദേവിയെ രാവണൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് സമുദ്രം കടക്കാൻ തുടങ്ങിയപ്പോൾ സഹായത്തിനായിട്ട് വലിയൊരു വാനരപ്പടയുടെയും കരടിയുടെയും സൈന്യത്തെ തന്നെ വിളിച്ചു വരുത്തുണ്ടായി. വിശാലമായിട്ടുള്ള സമുദ്രമാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. അത് മറികടന്ന് വേണം ലങ്കയിലെത്തിയിട്ട് സീതാദേവിയെ മോചിപ്പിക്കാൻ. അങ്ങനെ അവരൊരു പാലം പണിയാൻ തീരുമാനിക്കുകയാണ്. ആ പാലത്തിലൂടെ ലങ്കയിലേക്ക് പോയി സീതാദേവിയെ കൊണ്ടുവരാനാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ഹനുമാൻ, നീലൻ, അംഗദൻ തുടങ്ങിയ ശക്തരായ വാനരയോദ്ധാക്കൾ വലിയ പർവ്വതങ്ങൾ തന്നെ ഉയർത്തിയിട്ട് സമുദ്രത്തിലേക്ക് എറിയാണ്. രാമൻ്റെ നാമത്തിലുള്ള ഈ പാറകൾ വെള്ളത്തിൽ ഒരു താമരദളങ്ങൾ പോലെ പൊങ്ങിക്കിടന്നു. ഈ പ്രവൃത്തികളൊക്കെ ഒരു ചിലന്തി ദൂരെ നിന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു ആഗ്രഹം നിറയാണ്. ഭഗവാന് വേണ്ടിയിട്ട് തനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. മഴ പെയ്യുന്നത് പോലെയാണ് ആ വലിയ പാറകൾ സമുദ്രത്തിലേക്ക് പതിക്കണത്. അത് കണ്ട് ചിലന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അങ്ങനെ ചിലന്തി അതിൻ്റെ കാലുകളിൽ ചെറിയ മണൽത്തരികൾ ശേഖരിച്ചിട്ട് ആ പാലത്തിനരികിൽ കൊണ്ടുവന്ന് ഓരോന്നായിട്ട് വെക്കുകയാണ്. അതിൻ്റെ കാലുകൾ തന്നെ ചെറുതായിരുന്നു, ചലനങ്ങളും മന്ദഗതിയിലായിരുന്നു. പക്ഷെ അതിൻ്റെ ഉദ്ദേശ്യം വിശാലമായിരുന്നു. ശക്തനായിട്ടുള്ളൊരു വാനരൻ ഈ ചിലന്തി ചെയ്യുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് ചിരിക്കുകയാണ്. അല്ലയോ ചെറിയ ജീവി, നീ എന്താണ് ഈ ചെയ്യണത്? നിൻ്റെ ഈ ഒരു ചെറിയ മണൽത്തരി കൊണ്ട് ഭഗവാന് പാലം പണിയാൻ സഹായിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞ് അവൻ ചിലന്തിയെ മാറ്റി നിർത്തി. അത് ആ ചിലന്തിയെ വേദനിപ്പിച്ചു. പക്ഷേ ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ചിലന്തിയുടെ അടുത്തെത്തി പറയുകയാണ്, ഹനുമാൻ വഹിച്ച പർവ്വതങ്ങൾ പോലെ നീ സമർപ്പിച്ച ഓരോ മണൽത്തരിയും എനിക്ക് വിലപ്പെട്ടതാണ്. നിനക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി നീ ചെയ്തു. അതുതന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടതും. അങ്ങനെ ആ ഒരു പാലം ഭക്തി കൊണ്ട് നിർമ്മിക്കുകയായിരുന്നു. അപ്പോൾ ഈ കഥയിൽ നമുക്ക് മനസ്സിലാവുന്നത് ഭഗവാൻ നമ്മുടെ വഴിപാടിൻ്റെ ഭാരമല്ല കണക്കാക്കുന്നത്, അതിൻ്റെ പിന്നിൽ സ്നേഹത്തെയാണ് കണക്കാക്കുന്നത്. ഭക്തിയോടെ എറിയുന്ന ഒരു മണൽത്തരി പോലും അഭിമാനത്തോടെ എറിയപ്പെടുന്ന പർവ്വതത്തേക്കാൾ വിലപ്പെട്ടതാണ് ഭഗവാന്. നമ്മൾ ആര് തന്നെ ആയിക്കോട്ടെ, പണ്ഡിതനോ സംഗീതജ്ഞനോ ചിലന്തിയോ ആരായാലും ഏതൊരു ജീവിയായാലും നമ്മൾ ഭക്തിയോടെ ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ നമ്മുടെ വഴിപാട് പൂർണ്ണമായും ഭഗവാൻ ഉൾക്കൊള്ളുന്നതായിരിക്കും. ഹൃദയത്തോടെ അർപ്പിക്കുമ്പോൾ ഒരു സേവനവും വളരെ ചെറുതല്ല. ഒരു ഭക്തനും ഒരിക്കലും മറക്കപ്പെടുന്നുമില്ല.